ടാലൻ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനെ വായിച്ച് നോക്കിയിട്ട് ആൻസറിനെ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, താഴെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്, തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് എബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത്? ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിലൊന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എവിടെയാണ്? ഗുജറാത്തിലാണ്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു അക്കാഡമി ഉണ്ട്. 2012 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഗുജറാത്തിലാണ്. നാലാമത്തെ ക്വസ്റ്റ്യനുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ചെന്നൈയിലാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റി 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പരിശോധിക്കാം. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്നൊരു അക്കാഡമി ഉണ്ട്. ഈ അക്കാഡമി ഗുജറാത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ അക്കാഡമി ഗുജറാത്തിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഗുജറാത്തിലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് എന്ന് പറയുന്ന അക്കാഡമി ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാം. അത് 2012 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മൂന്നാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് എസ്റ്റാബ്ലിഷ് ഇൻ ഗുജറാത്തിലാണ്. ശരിയാണ്. പക്ഷേ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ചെന്നൈയിലല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് ഭുവനേശ്വറിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ഭുവനേശ്വർ. റൈറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഓരോ ആൾക്കാരെയും എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ആളെ പരിശോധിക്കാം. പേരെന്താ? നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതാ നോക്ക്. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 2000 ശരിയാണ്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഗുജറാത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ജോലി എന്താണ്? ഇറ്റ്സ് മിഷൻ ഈസ് ടു ഹെൽപ്പ് ഇന്ത്യ ബിക്കം ക്രിയേറ്റീവ് ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി. ഇന്ത്യയെ ക്രിയേറ്റീവ് വളരെ നോളജ് ബേസ്ഡ് സൊസൈറ്റിയുമായി രൂപീകരിക്കുകയാണ് ആരുടെ ലക്ഷ്യം? ഈ പറഞ്ഞ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് കറക്റ്റ് PQ ആണ്. ഇറ്റ്സ് എ PQ ഓഫ് 2019 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. 2019 KS ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. 2019 ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ എന്ന് പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അബൌട്ട് NIF. താഴെ കൊടുത്തിരിക്കുന്നത് NIF-നെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ് അബൌട്ട് NIF. താഴെ കൊടുത്തിരിക്കുന്നതിൽ NIF-നെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇത്. അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ 4 ഓപ്ഷൻ കൊടുത്തു. ഒന്നാമതൊരു ഓപ്ഷൻ കൊടുത്തു NIF എസ്റ്റാബ്ലിഷ് ചെയ്ത് 2000. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയാണ്. രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു NIF എസ്റ്റാബ്ലിഷ് ചെയ്ത് ഗുജറാത്തിലാണ്. അതും ശരിയാണ്. മൂന്നാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു NIF-ൻ്റെ ലക്ഷ്യം ഇറ്റ്സ് മിഷൻ ഈസ് ടു ഹെൽപ്പ് ഇന്ത്യ ബിക്കം ക്രിയേറ്റീവ് ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി ആക്കുകയാണ് ലക്ഷ്യം. അതും ശരിയാണ്. നാലാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞു ഇവർ പ്രവർത്തിക്കുന്നത് അസോസിയേറ്റഡ് വിത്ത് ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചിട്ടാണ് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനൊരു സഹകരണമില്ല. അതാണ് തെറ്റ്. അങ്ങനൊരു സഹകരണമില്ല. അപ്പോൾ അങ്ങനൊരു സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഉറപ്പായിട്ടും എയിമിൽ പറഞ്ഞാണ്. അപ്പോൾ എയിമിൽ അങ്ങനൊരു സഹകരണത്തെ പറ്റി മെൻഷനിങ് ഇല്ല. സോ ആ ഒരു നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. ഇപ്പോൾ ചോദിച്ചേക്കുന്നത് 2019 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KS-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫാൾസ്. തെറ്റ്. എബൌട്ട് NIF-നെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇത്. 2000 എസ്റ്റാബ്ലിഷ് ചെയ്തത്. തെറ്റാണ്. അത് ശരിയാണ്. ഗുജറാത്തിലാണ്. അതും ശരിയാണ്. ഈ പറഞ്ഞ പോലെ മിഷനും കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. റൈറ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ആദ്യം ആരെ പരിചയപ്പെട്ടു? ഈ പറഞ്ഞ പോലെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൈത്തൊഴിലുകളും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തെക്കുറിച്ചും ജനങ്ങളെ പഠിപ്പിച്ചു. അവർക്കൊരു ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തു. ഒരു യൂത്ത്, അതായത് ഈ പറഞ്ഞ പോലെ യൂത്ത് എംപ്ലോയ്മെൻറ്റിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുക. ഇതായിരുന്നു ആരുടെ ലക്ഷ്യം? നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഗുജറാത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത 2000 എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. റൈറ്റ്. ശരി. കഴിഞ്ഞില്ല. തൊട്ടുതാഴെ രണ്ടാമതൊരു ഒരാളെ പരിചയപ്പെടുന്നു. നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ.
നോക്കാം, നമുക്കവരെ പരിചയപ്പെടാം. നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴും 2012 എസ്റ്റാബ്ലിഷ് ചെയ്തു ബൈ UPA സർക്കാർ, മൻമോഹൻ സിംഗ്. അപ്പോൾ UPA സർക്കാർ 2012 വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി ഓപ്പൺ ചെയ്തൊരു അക്കാഡമിയാണ് ഇത് നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ റിസർച്ച്. ഇന്ന് ഈ അക്കാഡമിക്ക് ഇന്നൊരു പ്രത്യേകത കൊണ്ട് എവരുടെ അഡ്വൈസോടുകൂടി ഇതിനെ എന്ത് ചെയ്തു, ഇപ്പോഴത്തെ വന്ന NDA സർക്കാർ അതിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട്, ഒരു മിനിസ്ട്രി. ഇപ്പം നോർത്ത് ഈസ്റ്റിന് വേണ്ടി സ്വന്തമായി മിനിസ്ട്രി ഉണ്ട്. മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റ് അവൈലബിൾ ആണ്. മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 2012 ഒരു നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് UPA ഗവൺമെൻറ് മൻമോഹൻ സിംഗ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ വികസനത്തിന് വേണ്ടി ഫൗണ്ട് ചെയ്തു. എന്നാൽ കാലക്രമേണ 2014 ശേഷം അതിനെ എന്ത് ചെയ്തു, അത് മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റ് അവരുടെ അഡ്വൈസോടുകൂടി ഇന്ന് നേരത്തെ നോർത്ത് ഈസ്റ്റിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ആയിരുന്നു. ഇന്ന് ആ ഒരു റോൾ ആരിലേക്ക് മാറി, ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റിലേക്ക് മാറി. അപ്പോൾ അവരാണ് ഇന്ന് മോഡി സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് നോർത്ത് ഈസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെ പറ്റി, നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ചിനെ പറ്റി. 2014 എസ്റ്റാബ്ലിഷ് ചെയ്ത ലൊക്കേഷൻ എവിടെയാണ്, മേഘാലയയിലെ ഷില്ലോങ്. ജോലി എന്താണ്, ദേ ആർ മെയിൻലി ഫോക്കസ് ഓൺ ബയോഡൈവേഴ്സിറ്റി, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ടെലിമെഡിസിൻ, ഹോർട്ടിക്കൾച്ചർ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. റൈറ്റ്, കഴിഞ്ഞു. അപ്പോൾ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടിക്കാണാം. ഇസ് മെയിൻലി ഫോക്കസ് നോർത്ത് ഈസ്റ്റിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അക്കാഡമി. ശരി, കുഴപ്പമില്ല. അടുത്ത ഓപ്ഷൻ നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച്. ശരിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് എവിടെയാണ്, ഗുജറാത്തിൽ. പ്ലാസ്മ റിസർച്ചിനെ പറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരു അക്കാഡമി ഓപ്പൺ ചെയ്തു ഗുജറാത്തിൽ. അടുത്ത ഓപ്ഷൻ 4 പറയുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ചെന്നൈ ആണെന്ന് പറയുന്നു. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഭുവനേശ്വറാണ്. അപ്പോൾ ഒരു സംശയം വരാം, ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ നോക്കിയാൽ മതി. ഇത് വേണ്ട, ഈ 3 പേരെ ഒന്ന് ബോക്സിലാക്കി പഠിച്ചാൽ മതി. 3 പേരെ ഒന്ന് ബോക്സിലാക്കി പഠിച്ചാൽ 3 ക്വസ്റ്റ്യൻ അവിടെ കിട്ടും. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഭുവനേശ്വറാണ് എന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാത്സ് ചെന്നൈ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഭുവനേശ്വറാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്സ് എവിടെയാണ്, ചെന്നൈയിലാണ്. ഇവിടെ താഴെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് ഗുജറാത്ത്. നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് എവിടെയാണ്, ഗുജറാത്ത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാത്തമാറ്റിക്കൽ സയൻസ് ചെന്നൈ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് ഭുവനേശ്വർ. അപ്പോൾ അതിൻ്റെ പരമാവധി എക്സ്പ്ലനേഷൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആരെയൊക്കെ പരിചയപ്പെട്ടു, നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കാണാതെ ആലോചിച്ച് നോക്കിയേ. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷനെ പരിചയപ്പെട്ടു, ഗുജറാത്ത് 2000 എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്ത നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ 2012 ഷില്ലോങ് മേഘാലയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ബൈ മൻമോഹൻ സിംഗ് UPA സർക്കാർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഗുജറാത്ത് ആണ് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എവിടെയാണ്, അത് ഭുവനേശ്വരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്സ് എവിടെയാണ്, ചെന്നൈ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ 4 പേരുടെയും എക്സ്പ്ലനേഷൻ കൃത്യമായി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലൊന്ന് വായിച്ചു നോക്കുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിയെന്ന് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി ട്രൂ പെയർ. ശരിയായ പെയർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി ട്രൂ പെയർ ആണ്. ഓപ്ഷൻ എയിൽ പറയുന്നു സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ രൂപീകരിച്ച് 769 ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തത് CSIRൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ CSIR എന്ന് പറയുന്നൊരു ലാബാണ്. നമുക്കതിനെ പരിചയപ്പെടാം. അപ്പോൾ CSIR എന്ന് പറയുന്ന ലാബിൻ്റെ ക്രിയേഷനാണ് തേജസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. അടുത്ത നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി രൂപീകരിച്ചത് 1988 ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. അടുത്ത ബാർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റി നമ്മൾ പരിചയപ്പെടും. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ അവർ നിർമ്മിച്ചെടുത്ത ഒരു ടാബ്ലറ്റിൽ ഗുളികയാണ് ഇത്, സഹേലി പില്ല്. പരിചയപ്പെടാം. ശരിയായ പേര് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായ പേർ ഏത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചാറ്റ് ബോക്സിൽ ഒരു ആൻസർ കൊണ്ടുവരിക. കമൻറ്റ് ബോക്സിലോ ചാറ്റ് ബോക്സിലോ ആൻസർ കൊണ്ടുവരാൻ ശ്രമിക്കാം. ശരിയായ പേർ ഏത്? ഇപ്പോൾ ശരിയായ പേർ 2 സെക്കൻഡ്. സർവേ ഓഫ് ഇന്ത്യ 769, CSIR തേജസ് എയർക്രാഫ്റ്റ്, നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി 1988, ബാർക്കിൻ്റെ സഹേലി പില്ല്. ശരി. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ശരിയായ പേര് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പറയേണ്ടി വരും ഓപ്ഷൻ C ആണ് ആൻസർ. ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി രൂപീകരിച്ചത് 1988. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ C. റൈറ്റ്.
ഇനി ഓരോ ആൾക്കാരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് ഓരോ ആൾക്കാരെയും പരിചയപ്പെടാം. ഒന്നാമത്തെ ഓർഗനൈസേഷൻ്റെ പേരെന്താ? സർവേ ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ ഓർഗനൈസേഷൻ്റെ പേര് സർവേ ഓഫ് ഇന്ത്യ. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം സർവേ ഓഫ് ഇന്ത്യ രൂപീകരിച്ച 1767 സർവേ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷുകാർ മാപ്പിങ്ങിൻ്റെ ആവശ്യം, മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് 1767 ഇന്ത്യയിൽ രൂപീകരിച്ച ഏറ്റവും പഴക്കം ചെന്ന മാപ്പിംഗ് ഓർഗനൈസേഷൻ, ഓൾഡസ്റ്റ് മാപ്പിംഗ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മാപ്പിംഗ് ഓർഗനൈസേഷനാണ് ഇത്. സർവേ ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം 1767. 1767 മാപ്പിംഗ് അല്ലെങ്കിൽ ഈ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ രൂപീകരിച്ചത് 1767. ശരി, കുഴപ്പമില്ല. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ. എന്നാൽ ഇന്ന് മാപ്പിംഗ്, ഇന്ത്യയിലെ മാപ്പുകൾ എന്ന് വരയ്ക്കുന്ന ഓർഗനൈസേഷൻ്റെ പുതിയ പേര് അല്ലെങ്കിൽ അവരുടെ പേരെന്താണ്? നാറ്റ്മോ. എന്താണ് നാറ്റ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടി വരും നാഷണൽ അറ്റ്ലസ് ആൻഡ് തിമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷൻ. ഓക്കെയാണ്. തൊട്ട് താഴെ ഞാൻ നാറ്റ്മോനെ പറ്റി ഞാൻ ചെറിയൊരു ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കി. നാഷണൽ അറ്റ്ലസ് തിമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷനാണ് ഇത് നാറ്റ്മോ. ഓക്കെയാണോ നോക്കിയടേ? നാഷണൽ അറ്റ്ലസ് ആൻഡ് തിമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷൻ, അതാണ് ഇത് നാറ്റ്മോ. പക്ഷേ അത് ഈ പറഞ്ഞ ഓർഗനൈസേഷനെ രൂപീകരിച്ച ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഓർഗനൈസേഷനെ രൂപീകരിച്ചത്. 1956 രൂപീകരിച്ചു ഓർഗനൈസേഷനെ. ജോലി എന്താണ്? മാപ്പിങ്. ഇന്ത്യയിലെ പലതരത്തിലെ മാപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് മാപ്പ്, അതായത് ഈ പറഞ്ഞ പോലെ തഹസിൽദാർ, ജില്ലാ കളക്ടർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മാപ്പ്. രണ്ടാമത് സ്ട്രാറ്റജിക്കൽ മാപ്പ് ഫോർ ആർമി, നേവി അവർക്കുള്ള സ്ട്രാറ്റജിക്കൽ മാപ്പ്. മൂന്നാമത്തെ കേസിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മാപ്പ് കിട്ടി, സ്ട്രാറ്റജിക്കൽ മാപ്പ്, അതുപോലെ ബ്രെയിലി മാപ്പ്. ബ്രെയിലി മാപ്പ് എന്ന് പറയുമ്പോൾ കണ്ണു കാണാൻ വയ്യാത്ത ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന രീതിയെ തയ്യാറാക്കിയ വ്യക്തിൻ്റെ പേരാണ് ഇത്, ലൂയിസ് ബ്രെയിലി. അപ്പോൾ ലൂയിസ് ബ്രെയിലി തയ്യാറാക്കിയ അല്ലെങ്കിൽ ലൂയിസ് ബ്രെയിലുള്ള സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബ്രെയിലി മാപ്പുകൾ തയ്യാറാക്കുന്നു നാറ്റ്മോ. അതുപോലെ തന്നെ സ്റ്റഡി മാപ്പുകൾ തയ്യാറാക്കുന്നു നാറ്റ്മോ. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ എല്ലാ തരത്തിലും മാപ്പുകൾ തയ്യാറാക്കുന്നത് ആറ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി നാറ്റ്മോ. 1956 നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ രൂപീകരിച്ചു. അന്ന് അവരുടെ പേര് NAO എന്ന് വെച്ചാൽ നാഷണൽ അറ്റ്ലസ് ഓർഗനൈസേഷൻ. ഈ നാഷണൽ അറ്റ്ലസ് ഓർഗനൈസേഷനാണ് 1978 പേര് മാറിയ ആരാണ്? നാറ്റ്മോ എന്ന പേര് മാറ്റിയത്. 78 എന്ന് പറയുമ്പോൾ ആ സമയത്ത് പ്രൈം മിനിസ്റ്ററെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 78 ആരാ പ്രൈം മിനിസ്റ്റർ? 78 പ്രൈം മിനിസ്റ്റർ ഒന്ന് മാറിയിരുന്നു. ആര്? മൊറാർജി ദേശായി. ആ സമയത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ പഠിച്ചു കാണണം. കാരണം ആ സമയത്ത് നാറ്റ്മോ പോലെ ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് മാറ്റിയിരുന്നു. കാരണം എന്താണ്? കാരണം 1951 മുതൽ 1977 വരെ ഇന്ത്യ ഭരിച്ചത് ആരാ? കോൺഗ്രസ് ആയിരുന്നു. 1951 മുതൽ 77 വരെ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് മിനിസ്ട്രി ആയിരുന്നു. ശരിയാണോ? ആദ്യമായാണ് 77 ഒരു നോൺ കോൺഗ്രസ് മിനിസ്ട്രി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭ. ആദ്യമായി 1970 കോൺഗ്രസ് ഇതര മന്ത്രിസഭ നോൺ കോൺഗ്രസ് മിനിസ്ട്രി രൂപീകരിക്കുന്നു. 1977 ബൈ ജനതാ പാർട്ടി, ജനതാ ഗവൺമെൻറ്, മൊറാർജി ദേശായി. അപ്പോൾ അവർ ആദ്യമേ ചെയ്ത കാര്യങ്ങൾ നേരത്തെ നെഹ്റു, ഇന്ദിരാഗാന്ധി മേക്ക് ചെയ്ത എല്ലാ ഓർഗനൈസേഷൻ്റെ പേരുകൾ മാറ്റുക, അതുപോലെ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി, അതുപോലെ ഇതിൻ്റെ പേര് മാറ്റി ഈ പറഞ്ഞ നാഷണൽ അറ്റ്ലസ് ഓർഗനൈസേഷൻ്റെ പേര് മാറ്റി നാഷണൽ അറ്റ്ലസ് തിമാറ്റിക് മാപ്പിംഗ് ഓർഗനൈസേഷൻ എന്ന് പേര് മാറ്റി. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്ത. റൈറ്റ്. അപ്പോൾ ആരെ പരിചയപ്പെട്ടു? നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെ പറ്റിയാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യനെ പറ്റിയാണ്. സർവേ ഓഫ് ഇന്ത്യ 767 രൂപീകരിച്ചു. എന്നാൽ സർവേ ഓഫ് ഇന്ത്യ ഇന്നും ഉണ്ട് കേട്ടോ. സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആൾ ഇന്നും ഉണ്ട്. പക്ഷേ ദേ ആർ ഓൺലി അസിസ്റ്റീവ് ബോഡി ടു നാറ്റ്മോ. ഇവർ ജസ്റ്റ് നാറ്റ്മോവിനെ സഹായിക്കാനെ കൊണ്ട് ഒരു അസിസ്റ്റീവ് ഏജൻസി ആയിട്ട് ഇന്നും ആരുടെ കീഴിൽ പ്രവർത്തിക്കുന്നു? ഈ പറഞ്ഞ നാറ്റ്മോവിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ നാറ്റ്മോവിനെ പരിചയപ്പെട്ടു. അതുപോലെ സർവേ ഓഫ് ഇന്ത്യ, മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 2 ഓർഗനൈസേഷൻ, ഒന്ന് നാറ്റ്മോ, 2 സർവേ ഓഫ് ഇന്ത്യ. നാറ്റ്മോയും സർവേ ഓഫ് ഇന്ത്യയും നാറ്റ്മോ. അപ്പോൾ ഈ സർവേ ഓഫ് ഇന്ത്യ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അവരിന്ന് നാറ്റ്മോവിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. റൈറ്റ്, പോകാം, കുഴപ്പമില്ല. ശരി, രണ്ടാമത് പരിചയപ്പെടാം. CSIR എന്ന് പറയുമ്പോൾ കൗൺസിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് ആര്? CSIR. കഴിഞ്ഞില്ല. CSIR രൂപീകരിച്ച വർഷം 1942 CSIR എന്ന് പറഞ്ഞ ലാബ് രൂപീകരിച്ചത്. CSIRൻ്റെ ഫൗണ്ടർ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ് CSIRൻ്റെ ഫൗണ്ടർ. അപ്പോൾ CSIR എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന അക്കാഡമിയാണ് CSIR.
1942 ശാന്തി സ്വരൂപ് ഭട്നാഗർ രൂപീകരിച്ച ലാബാണ്. ഇവർക്ക് ഇന്ത്യയിലുടനീളം 38 റിസർച്ച് ലാബുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ 1942 ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ള ലാബ് ഓപ്പൺ ചെയ്തു ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ. അറ്റ് പ്രസന്റ് ഇപ്പോഴവർക്ക് ഇന്ത്യയിൽ 38 റിസർച്ച് ലാബുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എവരാണ് അമൂൽ ബേബി ഫുഡ് കണ്ടുപിടിച്ചത്. എവരാണ് അമൂൽ ബേബി ഫുഡ് കണ്ടുപിടിച്ചു. 2 നമ്മൾ ഇലക്ഷൻ ലോട്ട് ചെയ്യുന്ന സമയത്ത് കള്ളയോട്ട് തടയാനെ കൊണ്ട് കയ്യിൽ പുരട്ടുന്നൊരു ലായനി കൊണ്ട് ഇസ് എ കോമ്പൗണ്ട് ഓഫ് സിൽവർ നൈട്രേറ്റ്. ആ ലായനി കണ്ടുപിടിച്ചു ആരാടെ? ഈ പറഞ്ഞ ഇലക്ഷൻ ഇങ്ക് കണ്ടുപിടിച്ചു ആരാണ്? CSIR. അതുപോലെ സഹേലി എന്ന് പറയുന്ന ഒരു നോൺ കോൺട്രാസെപ്റ്റ് അല്ലെങ്കിൽ സഹേലി എന്ന് പറയുന്ന നോൺ സ്റ്റിറോഡൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. നോൺ സ്റ്റിറോഡൈൽ കോൺട്രാസെപ്റ്റീവ് പില്ല് കണ്ടുപിടിച്ചു ആരാണ്? ഈ പറഞ്ഞ CSIR. അപ്പോൾ ഒന്നുകൂടെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് 1942 ശാന്തി സ്വരൂപ് ഭട്നാഗർ രൂപീകരിച്ചു. 38 ലാബുകൾ അവർക്ക് അവൈലബിൾ ആണ്. അബൂൽ ബേബി ഫുഡ് കണ്ടുപിടിച്ചു ആരാണ്? CSIR. ഇലക്ഷൻ ഇങ്ക് കണ്ടുപിടിച്ചു ആരാണ്? CSIR. സഹേലി എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റിറോഡൈൽ കോൺട്രാസെപ്റ്റീവ് പില്ല് കണ്ടുപിടിച്ചു ആരാണ്? CSIR. അതുപോലെ സരസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് സരസ് ഈസ് മെയ്ഡ് ബൈ CSIR. സരസ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചു ആരാണ്? സരസിൻ്റെ പ്രത്യേകത ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് ഡെവലപ്ഡ് ബൈ CSIR. അപ്പോൾ തദ്ദേശീയമായി CSIR ഡെവലപ്പ് ചെയ്തൊരു എയർക്രാഫ്റ്റാണ് ഇത് സരസ്. അപ്പോൾ സരസ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചു ആരാടെ? CSIR. സരസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചു ആരാണ്? CSIR. റൈറ്റ് വലിയ കുഴപ്പമില്ല. ശരി, ഇനി അവിടെ നിന്ന് മുന്നോട്ട്. അപ്പം ഇവിടുത്തെ ഓപ്ഷൻ തെറ്റി. കാരണം തേജസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കണ്ടുപിടിച്ചു ആരാ? എയർക്രാഫ്റ്റ് തേജസ് ഈസ് ഡെവലപ്ഡ് ബൈ കോട്ട ഹരിനാരായൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഹാൽ. കോട്ട ഹരിനാരായൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, കോട്ട ഹരിനാരായണൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. കോട്ട ഹരിനാരായണ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഹാൽ എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ സഹായത്തോടെ കോട്ട ഹരിനാരായൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ പറഞ്ഞ തേജസ് എന്ന് പറയുന്ന ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ 2 ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റിനെ പരിചയപ്പെട്ടു. ഒന്നാമത്തെ എയർക്രാഫ്റ്റിൻ്റെ പേരെന്താണ്? സരസ്. രണ്ടാമത്തെ എയർക്രാഫ്റ്റിൻ്റെ പേരെന്താണ്? തേജസ്. സരസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാ? CSIR. തേജസ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ആരാ? കോട്ട ഹരിനാരായണൻ. ഈസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഹാൽ എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ശരി, കുഴപ്പമില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, കുഴപ്പമില്ല. നമ്മൾ ശരിയാണെന്ന് പറഞ്ഞു. നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി രൂപീകരിച്ച് 1988 തന്നെയാണ്, കുഴപ്പമില്ല. അടുത്ത നോക്കട്ടെ, ബാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ബാർക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. സഹേലി പില്ല് അവരാണോ? അല്ല. സഹേലി പില്ല് കണ്ടുപിടിച്ചത് ആരാണ്? അത് CSIR ആണ്. ബാർക്കിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ബോർഡിലേക്ക് നോക്കുക. ബാർക്ക് എന്ന് പറയുമ്പോൾ ബാർക്കിൻ്റെ പഴയ പേരെന്താണ്? ഓൾഡ് നെയിം ഓഫ് ബാർക്ക് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പം ഭാഭ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ബാർക്കിൻ്റെ പഴയ പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ ഒരു സംശയം വരാം, ബാർക്കിനെ രൂപീകരിച്ച വർഷവും കൂടെ വേണം. ബാർക്കിനെ രൂപീകരിച്ച വർഷം 1954 ജനുവരി 3 മഹാരാഷ്ട്രയിലെ ട്രോംബെ സിറ്റിയിൽ ബൈ നെഹ്റു. ഓൺ ദി അഡ്വൈസ് ഓഫ് നെഹ്റുവിൻ്റെ കാലഘട്ടമാണ് 54. അപ്പോൾ ബാർക്കിൻ്റെ പഴയ പേരെന്താണ്? അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നാണ് ബാർക്കിൻ്റെ പഴയ പേര്. ബാർക്ക് രൂപീകരിച്ച വർഷം 1954. ബാർക്ക് രൂപീകരിച്ച ജനുവരി 3 മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ രൂപീകരിച്ചു. എന്നാൽ ബാർക്കെന്ന് പേര് മാറ്റിയത് 1967. ബാർക്കിന് പേര് മാറ്റിയത് 1967. ബാർക്കെന്ന് പേര് മാറ്റി എന്താണ്? 1967. മറ്റൊരു പ്രത്യേകത, ഇറ്റ്സ് എ ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ ഓർഗനൈസേഷൻ. ഇറ്റ്സ് എ ലാർജസ്റ്റ് ഓർഗനൈസേഷൻ അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് ഇത് ബാർക്ക്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് ഇത് ബാർക്ക്. ഇറ്റ്സ് എ ലാർജസ്റ്റ് ഓർഗനൈസേഷൻ അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ബാർക്ക്. 1967 ബാർക്കെന്ന പേര് കിട്ടിയത്. ബാർക്ക് രൂപീകരിച്ച വർഷം 1954 ജനുവരി 3 ട്രോംബെയിൽ. ബാർക്കിൻ്റെ പഴയ പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. വീണ്ടും അടുത്ത പോയിന്റ്, ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ
ബാർക്കിന് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ്. സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഓർഗനൈസേഷൻ. നോക്കണം, സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ്റെ പേരാണെന്ത്? ഇന്ദിരാഗാന്ധി റിസർച്ച് സെൻറ്റർ. തിരികരുത്, ഇന്ദിരാഗാന്ധി ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ. ഇന്ദിരാഗാന്ധി ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററാണ് 1971 ഓപ്പൺ ചെയ്തു കൽപ്പാക്കം. 1971 കൽപ്പാക്കത്ത് ഓപ്പൺ ചെയ്ത ഇന്ദിരാഗാന്ധി ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ. അപ്പോൾ തിരികരുത്, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ഓർഗനൈസേഷൻ ഏതാണ്? ബാർക്ക്. എന്നാൽ അതേ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഓർഗനൈസേഷനാണ് ഇത്. സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? അത് ഇന്ദിരാഗാന്ധി ന്യൂക്ലിയർ എനർജി റിസർച്ച് സെൻറ്റർ 1971 കൽപ്പാക്കത്ത് ഓപ്പൺ ചെയ്തു. ഇനി നോക്കുക, മൂന്നാമത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പരമാവധി എക്സ്പ്ലനേഷനും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സർവേ ഓഫ് ഇന്ത്യനെ പറ്റി പഠിച്ചു, CSIRനെ പറ്റി പഠിച്ചു, നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി 88 ആണെന്ന് കണ്ടു, ബാർക്കിനെ പറ്റി പഠിച്ചു. റൈറ്റ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊണ്ടുവരാനെ കൊണ്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഫൈൻഡ് ദി ഫാൾസ് പെയർ. തെറ്റായ പേര് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് ഡൽഹി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. രണ്ടാമത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ് വെസ്റ്റ് ബംഗാൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. അടുത്തത് നാഷണൽ സെൻറ്റർ ഫോർ സെൽ സയൻസ് ഡൽഹി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. അടുത്ത വീണ്ടും നാലാമത്തെ പോയിന്റ്, സെൻറ്റർ ഫോർ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിയേത് തെറ്റെന്ന് കുറേ എനിക്കൊന്ന് ഡിഗ്രി ലെവലിൽ നമുക്കൊരു സിലബസ് ഉണ്ട്. ഇന്ത്യയിലെ ഫേമസ് ആയ കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊരു സെഷൻ ഡിഗ്രി ലെവലിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് പഠിക്കുന്നതാണ് നമ്മളിത്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? മൂന്നാമത്തെയാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം നാഷണൽ സെൻറ്റർ ഫോർ സെൽ സയൻസ് ഡൽഹി അല്ല പൂനെയാണ്. ഇതിൻ്റെ ആൻസർ ഡൽഹി അല്ല പൂനെയാണ്. റൈറ്റ്. ബാക്കിയെല്ലാം ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് ഡൽഹിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ് വെസ്റ്റ് ബംഗാളാണ്. സെൻറ്റർ ഫോർ DNA ആൻഡ് ഫിംഗർ പ്രിൻറ്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഹൈദരാബാദാണ്. ശരിയാണ് ബാക്കിയെല്ലാം. നമുക്ക് നോക്കാം. ഞാൻ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് ജീനോം റിസർച്ച് ഡൽഹി.